ഇതിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആര്യനോട് ഗോമതി പറയുന്ന മോനെ ഒരു മക്കൾക്കും ക്ഷമിക്കാനും സഹിക്കാനും പറ്റാത്ത കാര്യങ്ങളൊക്കെ ഇനി എൻ്റെ മോനോട് അമ്മ ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ മോൻ അമ്മയ്ക്ക് വേണ്ടി ഇനിയെല്ലാം ക്ഷമിക്കണം സഹിക്കണം എന്നൊന്നുമില്ല. എന്ത് വേണമെങ്കിലും ആരോട് വേണമെങ്കിലും മോന് തുറന്ന് പറയാം. ഇത്രയും കല്യാണം കഴിച്ചതിൻ്റെ സീരിയസ്നെസ്സും അതുപോലെ തന്നെ എങ്ങനെ സംഭവിച്ചതെന്നൊക്കെ ഒന്ന് മോൻ തുറന്ന് പറഞ്ഞോളൂ. അമ്മ എല്ലാം ആലോചിച്ചിട്ട് പറയുന്നത്. ഇനി അമ്മയ്ക്ക് ഒന്നും ആലോചിക്കാനില്ല. മോൻ പറഞ്ഞു പറഞ്ഞപ്പോൾ ഇല്ല അമ്മ, ഞാൻ അങ്ങനെയൊന്നും പറയില്ല, ആരോടൊന്നും പറയില്ല, അമ്മയും പറയണ്ട. ഞങ്ങൾ സ്നേഹിച്ച് വിവാഹം കഴിച്ചവരുണ്ട് തന്നെ എല്ലാവരും വിചാരിച്ചോട്ടെ, ആ നിലയ്ക്ക് എന്നെ പോയാൽ മതി കാര്യങ്ങളൊക്കെ മുന്നോട്ട് എന്ന് പറയുന്നുണ്ട്. ദൈവത്തെ ഓർത്ത് അമ്മ ആരോടും പറയരുതെന്ന് പറയുമ്പോൾ മോനെ നീ മിത്രയോട് സംസാരിച്ചോന്ന് വെച്ചപ്പോൾ ഇല്ല, അതിൻ്റെ ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ മോനെ നീ എന്ത് ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോദിക്കുന്നു. എന്ത് എന്ന് ചോദിക്കുമ്പോൾ മിത്ര നിൻ്റെ ഭാര്യയല്ലേ ഇന്ന് മുതൽ എന്ന് പറഞ്ഞപ്പോൾ താലി കെട്ടിയോണ്ട് ഭാര്യയാവും അമ്മേ, എനിക്കെന്തായാലും മിത്രനെ അങ്ങനെയൊന്നും കാണാൻ കഴിയില്ല. പിന്നെ അവളോട് ഞാൻ സംസാരിക്കേണ്ട കാര്യമില്ല പറഞ്ഞപ്പോൾ ആര്യ നീ എന്തൊക്കെ ഈ പറയുന്നതെന്ന് ഗോമതി ഇങ്ങനെ ഞെട്ടലോട് ചോദിക്കുമ്പോൾ അമ്മ വേറെ കാര്യങ്ങളൊന്നും അമ്മ ചിന്തിക്കുക ആലോചിക്കുകയൊന്നും വേണ്ട, അമ്മ കിടന്നുറങ്ങാൻ നോക്കുമെന്ന് പറഞ്ഞ് ആര്യനകത്തേക്ക് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ബാലനെയാണ്. ബാലൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് അച്യുതവർമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നത്. അതിന് മുന്നേ തന്നെ ആദ്യം തന്നെ മീനാക്ഷിയും ആകാശും കൂടെ കാറിൽ നിന്ന് കല്യാണം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നെ കാണിക്കുന്നത് ഓർക്കുന്നത് നമ്മുടെ മിത്രയും ആര്യനും കൂടി വരുന്നതിന്. പിന്നെ അച്യുതവർമ്മ പറയുന്നതാണ്, എടാ ബാല നീ വൃത്തികെട്ടൊരു ജന്മമാണ്, സ്വന്തം മോനെ കൊണ്ട് അയൽവകത്തെ പെൺകുട്ടിനെ പ്രേമിപ്പിച്ച് കല്യാണം കഴിച്ച് സ്വർണം കട്ടെടുപ്പിച്ച് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നീ നാണം കെട്ട ജന്മം എന്നൊക്കെ പറഞ്ഞപ്പോൾ ബാലൻ പെട്ടെന്ന് ഇങ്ങനെ വിഷമത്തോടെ ചാടി എഴുന്നേൽക്കുന്നുണ്ട്. ആ സമയത്ത് ഹോളിൽ എല്ലാവരും കൂടി ഇങ്ങനെ ബാലൻ്റെ മുറിയുടെ വാതിക്കൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരിക്കും. പെട്ടെന്ന് തന്നെ ബാലൻ പുറത്തേക്ക് വന്ന് ഗോമതി ചോദിക്കുന്നുണ്ട്, ബാലേട്ടാ എങ്ങോട്ട് പോകണമെന്ന് ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ വരാൻ ഗോമതി എന്ന് പറയുമ്പോൾ എങ്ങോട്ട് പോകണമെന്ന് ചോദിക്കുന്നു. നല്ല മഴ വരുന്നുണ്ടെന്ന് പറയും. നോക്കിയപ്പോൾ നല്ല ഇടിവെട്ടും മഴയുടെ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എന്തായാലും ബാലൻ പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് കാണിക്കുന്നത്. പിന്നാലെ ഗോമതി ആ മഴയത്ത് ഓടുമെങ്കിലും കൂടി മീനാക്ഷി ചെന്ന് പിടിച്ചു വലിച്ച് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലൻ ഓരോ കടകളിലും വരാന്തകളിലും നമ്മുടെ ആരില്ലാത്ത അനാഥരൊക്കെ കിടക്കണ പോലെയൊക്കെ അവിടെയൊക്കെ എൻ്റെ ഇരുന്ന് പിന്നെ ഒരു കടയിൽ കയറി കട്ടൻ ചായ കുടിക്കുന്നത്, അമ്പലത്തിൻ്റെ വാതിക്കൽ ചെന്നിരിക്കുന്നത്, പള്ളിയുടെ ഇടയിലേക്ക് പോണത്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ അലഞ്ഞ് നടക്കുന്നു. ബാലൻ വീട്ടിലേക്ക് വരുന്നില്ല. ബാലനെ കാണാണ്ട് വിഷമിച്ചിരിക്കുന്നു നമ്മുടെ ദേവമംഗലത്തെ എല്ലാവരും. അതേസമയം തന്നെ അലോകിനെ ഊണ് കഴിക്കാൻ വിളിക്കുന്ന അമ്മ ആ സമയത്ത് പെട്ടെന്ന് തന്നെ പറയും ഞാനിപ്പോൾ വരാമെന്ന് പറയും. അങ്ങനെ പെട്ടെന്ന് തന്നെ എവിടെ പോകണ്ടെന്ന് വെച്ചപ്പോൾ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞില്ലേന്ന് പറഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആനന്ദും ആകാശും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുള്ളൂ. ആര്യം ചെയ്തത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എന്തൊക്കെയാണ് ഏട്ടാ ഇവിടെ സംഭവിച്ചത് എന്ന് വെച്ചപ്പോൾ ആടാ എനിക്കും അത് തന്നെയാണ് ആലോചിക്കുന്നത്. അച്ഛൻ ഇങ്ങോട്ട് പോയെന്ന് വെച്ചപ്പോൾ അച്ഛനെ കാണാണ്ട് എനിക്ക് വിഷമാവണമെന്ന് ആനന്ദ് പറയുമ്പോൾ ചേട്ടൻ അതേക്കുറിച്ച് പേടിക്കേണ്ട, അച്ഛൻ നമ്മളെ കാണാണ്ട് നമ്മളില്ലാണ്ടൊന്നും ഒരു സ്ഥലത്തേക്കും അങ്ങനെ അധികം നേരം നിൽക്കൊന്നുമില്ല, അച്ഛൻ എത്രയും പെട്ടെന്ന് വരുന്നൊക്കെ പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അലോക് കയറി വരുന്നുണ്ട്. എടാ ആര്യ നിന്നെ ഞാനിന്ന് കൊല്ലുവാടാ ഇറങ്ങി വാടാന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. സമയത്ത് എൻ്റെ ചേട്ടന്മാർ രണ്ടുപേരും കൂടെ ഇങ്ങനെ തടയുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം വീണ്ടും അകത്തുനിന്ന് ആര്യം പുറത്തേക്ക് വരുന്നുണ്ട്. ആടാ അളിയ നിനക്ക് എന്നെ കൊല്ലണോ പാടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ എടാ നീ ചതിയ, നീ കൂടെ ഇവിടെ ഇങ്ങനെയൊക്കെ നടന്നിട്ട് നീ അവളെ പ്രേമിച്ച് കല്യാണം നിന്നെ കൊന്നിട്ടുള്ള കാര്യമുള്ളൂ, നീ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ആകാശ് ആര്യനോട് ദേഷ്യപ്പെടുന്നുണ്ട്. നീ അകത്ത് പോയവനെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. അലോകെ നിന്റെ പോലെ തന്നെ നിങ്ങളുടെ വീട്ടുകാരെ പോലെ തന്നെയുള്ള മാനസികാവസ്ഥയിൽ ഞങ്ങളും വെറുതെ നീ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട, മര്യാദയ്ക്ക് നീ ഇവിടുന്ന് പോക്കാളി, നിന്നെ ഞാനായിരിക്കും കൊല്ലുന്നതെന്ന് പറഞ്ഞ് ആകാശ് ദേഷ്യപ്പെട്ട് പിടിച്ചുന്തി വിടുന്നുണ്ട്. ആ സമയത്ത് കൃഷ്ണമംഗലത്തുള്ളവരെല്ലാവരും ആകാശിനെ അലോകിനെ നോക്കിയിരിക്കുകയായിരിക്കുള്ളൂ. എടാ നീ ദേവമംഗലത്തേക്ക് പോയോ എന്ന് അച്ഛൻ ചോദിക്കും. അതെ. നിന്നെ അവർ തല്ലിയോടാന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല. അപ്പം അച്ഛൻ നമ്മുടെ വലിയച്ഛൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും തീരുമാനിക്കേണ്ട, എല്ലാം ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ അച്യുതനോടും പറയുന്നുണ്ട്. അച്യുത ആൻ്റെ വാക്കിന് വിലയില്ലേന്ന് ചോദിക്കും. ആ സമയത്ത് തന്നെ പെട്ടെന്ന് വലിയമ്മ പറയുന്നുണ്ട്, വഴക്കിനും മക്കാണത്തിനും ഒന്നും പോകരുത് മക്കളെ മോനെ എന്ന് പറഞ്ഞ് എല്ലാം അച്ഛനും അപ്പം രാജശ്രീ പറയുന്നുണ്ട് അച്ഛനും വലിയച്ഛനും കൂടെ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കേണ്ട പോലെ നീ നിൻ്റെ കാര്യം രക്ഷിച്ചിരിക്കാൻ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഗോമതിനെയാണ്. ഗോമതി മുറിയിലിരുന്ന് ഇങ്ങനെ കരയിന്, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എണ്ണിപ്പറക്കി കരയിന്. എൻ്റെ കണ്ണീര് കാണാൻ പറ്റില്ല ബാലേട്ടന്, എൻ്റെ കണ്ണീര് കണ്ടിട്ടുണ്ടെങ്കിലും അപ്പോൾ സഹിക്കില്ല, എന്നിട്ട് അങ്ങനത്തെ ഞാനാണ് ബാലേട്ടനെ ചതിച്ചതെന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്ത് വർത്താനാണ് ഈ പറയുന്നത്, ചതിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനഃപൂർവ്വം ചതിച്ചതൊന്നുമല്ലല്ലോ. ആര്യൻ മിത്രയുടെ കഴുത്തിൽ താലി കെട്ടിയതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് ഒരു ബോധം തന്നെ വന്നത്. പിന്നെ എങ്ങനെ ചതിയാവും, നമ്മൾ ഇവിടുന്ന് ഗുരുവായൂർക്ക് പോകുമ്പോൾ തന്നെ ഇതൊക്കെ കണക്കൂട്ടിന് പോയെങ്കിൽ മാത്രം അത് ചതിയാവുള്ളൂ, ബാക്കിയെല്ലാം ഓർക്കുക അപ്പുറത്ത് സംഭവിച്ച കാര്യങ്ങളല്ലേ അമ്മേ. പിന്നെ
ഇതുകൊണ്ടൊക്കെ അവസാനിച്ചത് നമുക്ക് ഇപ്പം തന്നെ കണ്ടില്ലേ മോളെ അലോക് വീട് കയറി വഴക്കിന് വന്നത് ബാലേട്ടൻ ഇവിടെ ഇറങ്ങിപ്പോയി. ഇതൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇതുകൊണ്ട് അവസാനിച്ചത് നമുക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, ഇതുകൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല. ഇനിയും പല പല കാര്യങ്ങളും ഇവിടെ നടക്കും. ഒന്നാമത്തെ കാര്യം ഇത്രയും ആര്യനെ സ്നേഹിച്ച് വിവാഹം കഴിച്ചാണെന്ന് ഇവിടെ ഉള്ളവരൊക്കെ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അതങ്ങനെയാണോ സംഭവം? അവരുടെ മുഖഭാവവും അവരുടെ സംസാരവും പെരുമാറ്റവും കണ്ടാൽ തന്നെ ഇവിടെ ആരെങ്കിലും വിശ്വസിക്കുമോ അവർ സ്നേഹിച്ച് വിവാഹം കഴിച്ചാണെന്നൊക്കെ? അതങ്ങനെ അമ്മേരെ ആങ്ങളന്മാർ വെറുതെ ഇരിക്കുന്നുണ്ടോ? നാളെ അവർ വഴക്കിന് വരും. ഇവിടുത്തെ അച്ഛൻ അതിനേക്കാളും നല്ല വഴക്കിന് അങ്ങോട്ട് പോകും. പല കാര്യങ്ങളും ഇനി സംഭവിക്കും അമ്മേ. ഇതിൻ്റെ ഇടയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് നമ്മൾ രണ്ടുപേരും മാത്രമായിരിക്കും. എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ട് നമുക്കൊന്നും മിണ്ടാനും പറ്റാത്ത അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് മീനാക്ഷി പെട്ടെന്ന് ദേഷ്യപ്പെടുന്നുണ്ട് ഗോമതിയോട്. ആ സമയത്ത് തന്നെ നമ്മുടെ ആകാശ് വന്നിങ്ങനെ മറഞ്ഞു നിന്നെങ്കിൽ ഇവർ രണ്ടുപേരും ഗുരുവായിരുന്നു വന്നപ്പോൾ തുടങ്ങിയുള്ള രഹസ്യം പറച്ചിലുള്ള ഇവർക്ക് എന്തോ പ്രശ്നമൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ആലോചിക്കും. പെട്ടെന്ന് തന്നെ ഗോമതി ആകാശിനെ കാണുമ്പോൾ സംസാരം നിർത്തുന്നുണ്ട്. പിന്നെ നിങ്ങൾ എന്താ ഇവിടെ സംസാരിക്കണേന്ന് ചോദിക്കുമ്പോൾ അതല്ല ആകാശ അച്ഛൻ ഇറങ്ങിയപ്പോൾ അതിൽ അമ്മയ്ക്കൊരു വിഷമം എന്ന് പറഞ്ഞപ്പോൾ അത് പിന്നെ ഉണ്ടാവില്ലേ ആര്യൻ ഇങ്ങനത്തെ ഒരു ചതിയല്ല ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ഗോമതി പറയുമ്പോൾ നീ കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടാന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ അമ്മയെന്ന് പറയുമ്പോൾ നീ കൂടുതലൊന്നും പറയണ്ട, നീയും തെറ്റ് ചെയ്ത് തന്നെയാണെന്നൊക്കെ പറഞ്ഞ് ഗോമതി ആകാശിനെ ചീത്ത പറയുമ്പോൾ മീനാക്ഷി നീ ഇങ്ങോട്ട് വന്നാൽ എനിക്ക് ഇതിനോട്ട് കാര്യം സംസാരിക്കാനെന്ന് പറഞ്ഞ് ആകാശ് മീനാക്ഷിനെ മുറിയിലേക്ക് വിളിച്ചു കൊണ്ട് പോകുന്നുണ്ട്. അതിനുശേഷം മീനാക്ഷി എന്നോട് ചോദിക്കുന്നുണ്ട്, മീനാക്ഷി നീയും അമ്മയും തമ്മിൽ എന്താ കുറച്ച് നേരം കുറച്ച് ഗുരുവായിരുന്നു വന്നപ്പോൾ തുടങ്ങിയുള്ള രഹസ്യം പറച്ചിലുള്ള അന്നാണ് നിങ്ങൾ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്യുന്നത്, എന്താണ് നിങ്ങൾ രണ്ടാളുടെ മനസ്സിൽ നിന്നൊക്കെ ചോദിക്കുന്നത്? എന്താ ആകാശം ഇങ്ങനെ പറയുന്നത്? അല്ല നിങ്ങൾ എന്തൊക്കെയോ അറിയാം എന്നുള്ള പോലെയാണ് നിങ്ങളുടെ പെരുമാറ്റം എന്ന് പറഞ്ഞപ്പോൾ മീനാക്ഷി ആകെ ഞെട്ടുന്നുണ്ട്. മീനാക്ഷി പക്ഷേ പ്ലേറ്റ് മാറ്റുന്നുണ്ട് പെട്ടെന്നുണ്ട്. അത് ശരി, എൻ്റെ മുഖത്തേക്ക് ലെൻസും വെച്ച് നോക്കിയിരിക്കണല്ലേ എന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ടൊന്നല്ല, എന്നെ നിങ്ങൾക്ക് സംശയമാണല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് മീനാക്ഷി വന്നാൽ നാളെ തുടങ്ങി ഞാൻ ഓഫീസിൽ പോകുമ്പോൾ കരയുകയും തിരിച്ചു വരുമ്പോൾ ഞാൻ ചിരിക്കുക, ആകാശ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ചിരിക്കുകയും ചെയ്യാം, ഞാൻ അഭിനയിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഞാനൊരു സിനിമ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി കഴിഞ്ഞിട്ട് അഭിനയം പഠിക്കാമെന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി തട്ടി തപ്പാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ആകാശ് പറയുന്നുണ്ട് അതുകൊണ്ടല്ല, നീ ഇത്രയും ആര്യനും വിവാഹം കഴിച്ചു വന്നപ്പോൾ നിൻ്റെ മുഖത്ത് പ്രത്യേകിച്ച് ഒരു ഞെട്ടലൊന്നും കണ്ടില്ല. ഞങ്ങളെല്ലാവരും ഞെട്ടിത്തെരിച്ചിരുന്നപ്പോൾ നിൻ്റെ മുഖത്ത് മാത്രം ഇതൊക്കെ അറിയാവുന്ന ഒരു രീതിയിലുള്ളൊരു ഭാവമായിരുന്നു ഞാൻ കണ്ടതെന്ന് പറഞ്ഞപ്പോൾ മീനാക്ഷിക്ക് മനസ്സിലായി ആകാശ് മീനാക്ഷിക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നെന്നും ആകാശ് മീനാക്ഷി വിചാരിച്ച പോലത്തെ ഒരാളല്ല എന്നുള്ള കാര്യവും മനസ്സിലാവുന്നുണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല, അതൊക്കെ നിങ്ങളുടെ തോന്നലാണ്. ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കണേ മീനാക്ഷി? ഞാൻ ആകെ മരവിച്ചിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇങ്ങനെ സംഭവിച്ചപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ജെട്ടലല്ല ഉണ്ടായത് ആകാശ്. ഞാൻ ആകാശിനെ പോലെ തന്നെ ഷോക്കായി നിൽക്കുകയായിരുന്നു പറഞ്ഞപ്പോൾ എന്തൊക്കെ ആകാശിന് എന്തൊക്കെയോ മീനാക്ഷിനെയും അമ്മനെയും അത് സംശയമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം അല്ല നീ എന്താ ഈ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയും അതല്ല, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഓർക്കായിരുന്നു ആര്യൻ്റെയും മിത്രയുടെയും കല്യാണം എല്ലാം പെട്ടെന്ന് അമ്മയുടെ തീരുമാനമല്ലായിരുന്നു എന്ന് ചോദിക്കും. മിത്രയുടെയും ആര്യൻ്റെയും വിവാഹം അമ്മയുടെ തീരുമാനമായിരുന്നു നമ്മുടെ ആകാശം ഞെട്ടിത്തെറിച്ച് കഴിഞ്ഞിട്ട് മീനാക്ഷിയോട് ചോദിക്കുന്നുണ്ട്. മീനാക്ഷി ഇങ്ങനെ പറഞ്ഞത് അബദ്ധമായ നിലയ്ക്ക് ഇങ്ങനെ നിൽക്കുന്നതോടെയാണ് മീനാക്ഷി ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.